നമസ്കാരം. ജയശങ്കർ, വള്ളുവനാട് മാട്രിമോണിയൽ, ഒറ്റപ്പാലം. ഇന്ന് പറയാൻ പോകുന്ന ആൺകുട്ടി വിഷ്ണു വി എന്നാണ് ആ കുട്ടിയുടെ പേര്. വിഷ്ണു വി, അനീഴമാണ് നക്ഷത്രം, 28 വയസ്സ്, 158 സെന്റിമീറ്റർ ഹൈറ്റ്, 62 kg വെയിറ്റ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ്. NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ എന്നാണ് പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് റൂഫില ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനിയിൽ കാർട്ടൺ ഡിവിഷന്റെ ഹെഡായിട്ട് ഉദുമൽപേട്ടിലാണ് വർക്ക് ചെയ്യുന്നത്. അതായത് പൊള്ളാച്ചിക്കടുത്ത് ഉദുമൽപേട്ട്. ചന്ദ്രനാറിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്, പാലക്കാട് ചന്ദ്രനാറിൽ. അവര് പ്രത്യേകം പറയുന്നുണ്ട്, നോൺ മാച്ചിങ് സ്റ്റാർ പ്രത്യേകം പറയുന്നുണ്ട്. ഭരണി, മകീരം, പൂയം, പൂരം, ചിത്ര, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി, ഇത്രയും നാളുകൾ ചേരില്ല, നോൺ മാച്ചിങ് സ്റ്റാർ ആയിട്ടാണ് പറയുന്നത്. അച്ഛൻ്റെ പേര് വാസുദേവൻ ടി, അമ്മ രമ. നല്ല ഒരു നായർ തറവാട്ടിലെ, ആലത്തൂർ ബേസ് ചെയ്തിട്ടുള്ള നായർ തറവാട്ടിലത്തെ അംഗങ്ങളാണ് ഈ പറഞ്ഞ പ്രൊഫൈലുകൾ. മാത്രവുമല്ല, എൻ്റെ അമ്മായിയുടെ സിസ്റ്ററിൻ്റെ മകനും കൂടെയാണ്. അതായത് ഇവരുടെ അച്ഛനും അമ്മയൊക്കെ ഞാൻ നന്നായിട്ട് അറിയും. കുട്ടിയെ ഞാൻ കണ്ടിട്ടില്ല, മറിച്ച് ഇവരുടെ ഫാമിലിയൊക്കെ ഞാൻ നന്നായിട്ട് അറിയുന്ന ഒരു ഫാമിലിയാണ്. ഒരു മകനാണ്, അനീഴമാണ് നക്ഷത്രം. ഒരിക്കൽ കൂടെ ഞാൻ വിഷ്ണു വിനെ കുറിച്ച് പറയാം. അനീഴം നക്ഷത്രം, 28 വയസ്സ്, 158 സെന്റിമീറ്റർ ഹൈറ്റ്, 158, 62 kg വെയിറ്റ്. ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് NSS എഞ്ചിനീയറിംഗ് കോളേജ് അകത്തേത്തറ എന്നാണ്. അതായത് അകത്തേത്തറ പറഞ്ഞാൽ പാലക്കാട്ട് നിന്നാണ് പാസ്സായിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് റൂഫില ഇന്റർനാഷണൽ പ്രൈവറ്റ് ലിമിറ്റഡ്. അവരുടെ കാർട്ടൺ ഡിവിഷൻ പൊള്ളാച്ചിക്കടുത്ത് ഉദുമൽപേട്ട കാർട്ടൺ ഡിവിഷന്റെ ഹെഡാണ്. ചന്ദ്രനാറിലാണ് ഇവർ സെറ്റിൽ ചെയ്തിരിക്കുന്നത്, പാലക്കാട് ചന്ദ്രനാറിൽ. അച്ഛൻ വാസുദേവൻ, അമ്മ രമ. നോൺ മാച്ചിങ് സ്റ്റാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഭരണി, മകീരം, പൂയം, പൂരം, ചിത്ര, പൂരാടം, അവിട്ടം, ഉത്രട്ടാതി. ഇത്രയും കാര്യങ്ങളാണ് വിഷ്ണു വിയെ കുറിച്ച് പറയാനുള്ളത്. എല്ലാ വീഡിയോകളിലും പറയുന്ന അതേ കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുകയാണ്. വീട്ടിൽ വിവാഹപ്രായം എത്തിയ കുട്ടികൾ ആയിട്ടുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ടത്, ആർക്കാണോ വിവാഹം നോക്കണമെച്ചാൽ ആ കുട്ടിയുമായിട്ട് രക്ഷിതാക്കൾ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെ നന്നായിട്ട് സംസാരിക്കുക. എന്താണ് നന്നായിട്ട് സംസാരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവർക്ക് പല തരത്തിലുള്ള അഭിപ്രായങ്ങളും പറയാനുണ്ടാകും. അതായത് ഹൈറ്റ് ഇത്ര വേണം, ക്വാളിഫിക്കേഷൻ ഇന്നത് വേണം, ജോലി സ്ഥലം ഇന്നതായാൽ നന്നായി, ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ കാര്യങ്ങളുണ്ടാവും. അതെല്ലാം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മറ്റുള്ള രക്ഷിതാക്കളുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് അവയർനെസ് ഉണ്ടായിരിക്കണം. എല്ലാ മക്കളോട് ചോദിച്ചിട്ട് പറയാം എന്ന് പറയുന്നത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും മറ്റുള്ളവർക്ക് അത് കേൾക്കുമ്പോൾ. അപ്പൊ കൃത്യമായിട്ട് അതൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കി വെക്കല് എപ്പോഴും ഉചിതമായിരിക്കും. രണ്ടാമത്തെ കാര്യം, ദൈവവിശ്വാസികളാണെങ്കിൽ തീർച്ചയായിട്ടും ധർമ്മദൈവങ്ങൾ
വെളുത്തങ്കാവ് അല്ലെങ്കിൽ നാഗങ്ങൾ അല്ലെങ്കിൽ കുടുംബക്ഷേത്രം ഇവിടേക്ക് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. അതിനുശേഷം പ്രൊഫൈൽ നന്നായിട്ടൊന്ന് ഉണ്ടാക്കുക. എന്താണ് ഈ പ്രൊഫൈൽ നന്നായിട്ട് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, പലരും പ്രൊഫൈലുകളിൽ എഴുതുന്നത് കാണാം ജാതകത്തിൻ്റെ ഒക്കെ കുറിച്ച്. അരദോഷം, ഒരു ദോഷം, 1.5 ദോഷം, 2 ദോഷം, ശുദ്ധജാതകം, 7 ചൊവ്വ, കുജദോഷം, രാഹുദോഷം, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും പ്രൊഫൈലിൽ എഴുതുന്നത് കാണാം. സുഹൃത്തുക്കളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ എഴുതിയ കാര്യങ്ങൾ വായിക്കുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ അയാൾ പേടിച്ചു പോകും. ചിലപ്പോൾ നല്ല പ്രൊഫൈലായിരിക്കും, എന്തുകൊണ്ടും നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ടുള്ള പ്രൊഫൈലായിരിക്കാം. പക്ഷേ ഈ വായിക്കുന്ന ആള് പേടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർ വിളിക്കുകയോ സംസാരിക്കുകയോ ഇല്ല. ഇപ്പൊ ചിലർക്കൊക്കെ 7 ചൊവ്വ എന്നൊന്നും പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല എന്താണ് ഈ 7 ചൊവ്വ. അപ്പൊ അവരെന്ത് ചെയ്യും? ഓ, അത് വേണ്ട, 7 ചൊവ്വയാണ്, അത് വേണ്ട. അപ്പൊ കഴിയുന്നതും ജാതക വർത്തമാനങ്ങൾ കഴിയാവുന്നത്ര കുറച്ച് സംസാരിക്കുക. ഇപ്പൊ പൊതുവെ കാണപ്പെടുന്നത് രക്ഷിതാക്കൾ ജ്യോതിഷ പണ്ഡിതന്മാരായിട്ട് കാണുന്നൊരു കാഴ്ചയെ കാണുന്നത്. എന്തൊക്കെയോ പഠിച്ചു വെച്ചിട്ടുണ്ട്, അതെല്ലാം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തെങ്കിലും തിരിച്ചങ്ങോട്ട് ചോദിച്ചാൽ ജ്യോത്സ്യൻ പറഞ്ഞതാണെന്ന് പറയും. അങ്ങനെയല്ല വേണ്ടത്. കഴിയുന്നത് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ സബ്ജക്റ്റ് അല്ലാത്ത കാര്യങ്ങൾ കഴിയുന്നത് കുറച്ച് സംസാരിക്കുക. നിങ്ങൾ ജ്യോത്സ്യനെ കൊണ്ട് നോക്കിപ്പിക്കൂ, ജ്യോത്സ്യം നോക്കി പറയട്ടെ, അല്ലാതെ നിങ്ങളായിട്ട് ഒന്നും പറയേണ്ട കാര്യമില്ല. അതേപോലെ അടുത്ത സ്റ്റേജാണ് പ്രൊഫൈൽ ഉണ്ടാക്കുന്ന കാര്യം. ഈ പ്രൊഫൈൽ ഉണ്ടാക്കുന്ന സമയത്ത് ഈ ജ്യോതിഷം കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അടുത്തത് പ്രൊഫൈൽ നമ്മൾ കൃത്യമായിട്ട് എഴുതണം. എവിടെയാണ് പഠിച്ചിരിക്കുന്നത്, എന്താണ് പഠിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ചിലപ്പോൾ റാങ്ക് ഹോൾഡർ ഒക്കെ ആണെങ്കിൽ റാങ്ക് ഹോൾഡർ എന്നൊക്കെ എഴുതുക, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പേര് എഴുതുക, ഏത് കോളേജിൽ നിന്നാണ് പഠിച്ചു വന്നിരിക്കുന്നത് എന്നുള്ളത്. അതേപോലെ തന്നെ ഏത് സ്ഥലത്താണ് ജോലി ചെയ്യുന്നത്, ഏത് സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്, ശമ്പളം എത്രയുണ്ട്. ശമ്പളമൊക്കെ എഴുതുന്ന സമയത്ത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം, കയ്യിൽ കിട്ടുന്ന സാലറി അല്ല ശമ്പളം എന്ന് പറയുന്നത്. CTC എന്ന് പറയും കോർപ്പറേറ്റ് കമ്പനികളൊക്കെ, കോസ്റ്റ് കമ്പനി. ആ CTC എത്രയാണെന്നാണ് പറയേണ്ടത്. പലർക്കും ഇൻസെൻറ്റീവ് ഉണ്ടാകും, ബോണസ് ഉണ്ടാകും, വേറെ പല തരത്തിലുള്ള പേയ്മെൻറ്റുകളും ഉണ്ടാകാം. ഇതെല്ലാം കൂട്ടിയിട്ടുള്ള എമൗണ്ടാണ് സാലറി എന്ന് പറയുന്നത്. ഫോറിനിലുള്ള കുട്ടികളൊക്കെ വെച്ചാൽ ഫ്ലൈറ്റ് ടിക്കറ്റ് കാര്യങ്ങൾ ഇതൊക്കെ അവർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ടാവും. ഇതൊക്കെ നമ്മുടെ സാലറിയുടെ പാർട്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതെല്ലാം നന്നായി മനസ്സിലാക്കി വൃത്തിയായിട്ടുള്ള, അതായത് വായിക്കുന്ന ആളുകൾക്ക് ഒരു സുഖം കിട്ടണം. ആ, കൊള്ളാം, നല്ല പ്രൊഫൈലാണ്, കൃത്യമായിട്ട് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അച്ഛൻ എന്തായിരുന്നു, അമ്മ എന്തായിരുന്നു, എവിടെയാണ് സെറ്റിൽ ചെയ്തിരിക്കുന്നത്, എല്ലാ കാര്യങ്ങളും അങ്ങനെ ആയിരിക്കണം പ്രൊഫൈൽ. പ്രൊഫൈൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത കാര്യം, നല്ല ഒരു മാട്രിമോണിയൽ സൈറ്റിൽ രജിസ്റ്റർ ചെയ്യുക. എന്താണ് ഈ നല്ല മാട്രിമോണിയൽ സൈറ്റ് എന്ന് ചോദിച്ചാൽ, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എവിടെയാണോ രജിസ്റ്റർ ചെയ്യാൻ പോകുന്നത്, അവരുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്. ഏതെങ്കിലും ഒരു പ്രൊഫൈലെങ്കിലും കിട്ടുമോ, കൊടുക്കുന്ന പൈസയ്ക്കുള്ള മൂല്യം കിട്ടുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം. മാസത്തിൽ ഒരു 2 പ്രൊഫൈലെങ്കിലും കിട്ടുമോ, ഒരു 10 പ്രൊഫൈലെങ്കിലും കിട്ടുമോ, വിളിച്ചാൽ ഫോൺ എടുക്കുമോ എന്നൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കുക. ഏതെങ്കിലും 2 പേരെങ്കിലും നല്ല അഭിപ്രായം പറയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കേണ്ടത് എല്ലാ മാട്രിമോണിയൽ സൈറ്റുകളും നല്ല ആളുകളാണ്. പക്ഷേ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള കിട്ടാതെ വരുമ്പോൾ അവർ നിങ്ങളെ വിളിക്കില്ല, കോണ്ടാക്ട് ചെയ്യില്ല. നിങ്ങൾ അങ്ങോട്ട് വിളിച്ചാലും ഫോൺ എടുക്കില്ല. ആകെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കണം രജിസ്റ്റർ ചെയ്യുന്നതിൻ്റെ മുന്നേ. എന്ന് മാത്രമല്ല, വിവാഹം ശരിയായി കഴിഞ്ഞാൽ എത്ര പൈസ വാങ്ങിക്കുന്നുണ്ട് എന്നൊക്കെ ചോദിക്കണം. ചിലർ അത് ആദ്യം പറയില്ല, പിന്നെ അവസാനം വഴക്കാവും. വിവാഹം ശരിയായി കഴിഞ്ഞാൽ
പല ആളുകളും ഇവിടെയൊക്കെ കാണുന്ന ഒരു കാഴ്ച, പട്ടപ്പാലത്തൊക്കെ കാണുന്ന കാഴ്ച 1 ലക്ഷത്തിന്റെ അടുത്ത് വാങ്ങിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം വിവാഹത്തിന്റെ ഓരോ ചടങ്ങുകളും ഓരോ സ്റ്റെപ്പുകളും മംഗളകരമായിരിക്കണം. അതൊരു വഴക്ക്, ബഹളം, അയ്യോ എന്തത് ഇങ്ങനെ ഇല്ലോ അങ്ങനെയല്ലോ എന്നൊന്നും വിചാരിക്കരുത്. ഒക്കെ നേരത്തെ നന്നായി സംസാരിച്ചിട്ട് വേണം പോയിട്ട് രജിസ്റ്റർ ചെയ്യാൻ. അതിനുശേഷം മാട്രിമോണിയലുകാരോ ഇല്ലെങ്കിൽ സുഹൃത്തുക്കളോ ആരെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രൊഫൈലുകൾ അയച്ചു തന്നാൽ, ഇഷ്ടപ്പെട്ടു, ജാതകമൊക്കെ നോക്കി എല്ലാം ഓക്കെയാണ് എങ്കിൽ, ജാതകം നോക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു ജ്യോത്സ്യരെ കൊണ്ട് മാത്രം നോക്കിയാൽ പോരാ. നല്ല ഇഷ്ടപ്പെട്ട പ്രൊഫൈലാണെങ്കിൽ 3, 4, 5 ജ്യോത്സ്യൻ്റെ അടുത്തെങ്കിലും പോകണം. ഏതെങ്കിലും ഒരു ജ്യോത്സ്യൻ അത് വെച്ച് മുന്നോട്ട് പോകാം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും മുന്നോട്ട് പോകണം. മറ്റേ ആൾ ഇന്നതാണല്ലോ പറഞ്ഞ്, ഇയാൾ ഇന്നതാണല്ലോ പറഞ്ഞ് എന്നൊന്നും പറഞ്ഞിട്ട് ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളുടെ ധർമ്മദൈവങ്ങളെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, എന്നിട്ടങ്ങ് മുന്നോട്ട് പോവുക. ആരാണോ നിങ്ങളോട് മുന്നോട്ട് പോകാൻ പറഞ്ഞ് യോജിപ്പിക്കാൻ പറ്റും എന്ന് പറഞ്ഞാൽ ആ റിപ്പോർട്ട് വാങ്ങിക്കുക. ആ റിപ്പോർട്ട് വാങ്ങിച്ചിട്ട് തീർച്ചയായിട്ടും മുന്നോട്ട് പോവുക. മുന്നോട്ട് പോകുന്ന സമയത്ത് പെൺകുട്ടിയുടെ വീട്ടുകാർ അല്ലെങ്കിൽ ആൺകുട്ടിയുടെ വീട്ടുകാർ ചോദിക്കും, ഇനി അടുത്തത് പെണ്ണ് കാണൽ ചടങ്ങ് ഞങ്ങൾ വന്നോട്ടെ എന്ന് ചോദിക്കും. എൻ്റെ ഒരു അഭിപ്രായത്തിൽ അതിൽ മുന്നേ ആയിട്ട് കുട്ടികൾ തമ്മിൽ വാട്സാപ്പ് നമ്പർ എക്സ്ചേഞ്ച് ചെയ്യുക, നന്നായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ബിൽഡപ്പ് ചെയ്യുക. അത് ചിലപ്പോൾ ഒരാഴ്ച കൊണ്ടാവാം, ചിലപ്പോൾ 10 ദിവസം കൊണ്ടാവാം, ചിലപ്പോൾ 15 ദിവസം കൊണ്ടാവാം. കുറച്ച് സമയം കൊടുക്കുക. ഒരു കാരണവശാലും തിരക്ക് പിടിക്കരുത്. തിരക്ക് പിടിച്ച് മുന്നോട്ട് പോകരുത്. പെൺകുട്ടിയും ആൺകുട്ടിയും ഒരു കംഫർട്ട് സോണിൽ എത്തി എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ മാത്രമേ പെണ്ണ് കാണൽ ചടങ്ങിലേക്കൊക്കെ പോകാവൂ. പെണ്ണ് കാണൽ ചടങ്ങിൻ്റെ മുന്നേ ആയിട്ട് കുട്ടികൾ കഴിയാവുന്നത്ര പുറത്ത് വെച്ച് കാണണം. പുറത്ത് വെച്ച് കാണുമ്പോൾ കൃത്യമായിട്ട് ഇവർ സംസാരിക്കണം. കുടുംബ പാരമ്പര്യം അല്ലെങ്കിൽ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അമ്മ അച്ഛൻ എന്തായിരുന്നു, സഹോദരങ്ങൾ എന്താണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അതിനെയൊക്കെ പറ്റി പറയണം. എഡ്യൂക്കേഷനെ കുറിച്ച് സംസാരിക്കണം. വല്ല ലവ് അഫെയർ വല്ലതുമുണ്ടോ എന്നുള്ളത് ചോദിക്കണം. അതുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ അത് വെച്ച് സ്റ്റോപ്പ് ചെയ്യണം. പിന്നെ ഫർദർ മുന്നോട്ട് പോകരുത്. അതിനുശേഷം മെഡിസിൻ വല്ലതും കഴിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കണം. അതിനുശേഷം അമിതമായ ബാങ്കിങ് ലോൺസ് EMI ഉണ്ടോ എന്ന് ചോദിക്കണം. എത്ര രൂപയാണ് EMI എന്നൊക്കെ ചോദിക്കണം. ഇതെല്ലാം അറിഞ്ഞു വെച്ച് കുട്ടികളും നിങ്ങൾ രണ്ടുപേരും, അതായത് അച്ഛൻ, അമ്മ, കുട്ടി, അപ്പുറത്തെ വരാൻ പോകുന്ന ബന്ധുക്കളുടെ അച്ഛൻ, അമ്മ, കുട്ടികൾ, നിങ്ങളും എല്ലാവരും ഓക്കെ ആണെങ്കിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. ഈ നന്നായിട്ട് സംസാരിക്കുന്നതെല്ലാം പുറത്ത് വെച്ചിട്ട് വീണ്ടും ഒന്ന് കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. പുറത്ത് വെച്ച് കാണുന്ന സമയത്ത് ബോഡി ലാംഗ്വേജ്, സംസാരിക്കുന്ന രീതികളൊക്കെ വളരെ ശ്രദ്ധിക്കണം. വളരെ കംഫർട്ടാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ മുന്നോട്ട് പോകാവൂ. ഒരു കാരണവശാലും തിരക്ക് പിടിക്കരുത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതം, നിങ്ങളുടെ പാരൻസിൻ്റെ റിട്ടയർഡ് ലൈഫ്, നല്ലൊരു ശതമാനം പാരൻസ് റിട്ടയർഡ് ലൈഫായിരിക്കും. അവരുടെ റിട്ടയർഡ് ലൈഫൊക്കെ വളരെ ടെൻഷൻ ഇല്ലാതെ മുന്നോട്ട് പോകുന്നതാണ് ഞാൻ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തിരക്ക് പിടിക്കാതെ ഭംഗിയായിട്ട് നടത്താനായിട്ട് ശ്രമിക്കുക. ഈ കുട്ടിയുടെ ഫോട്ടോ, ഇപ്പം ഞാൻ പറഞ്ഞ കുട്ടിയുടെ ഫോട്ടോ ഇതിൻ്റെ ഒപ്പം ഞാൻ വെക്കുന്നുണ്ട്. വീഡിയോൻ്റെ ലാസ്റ്റിലാണ് ഇടുന്നത്. എല്ലാവരും കാണുക. എല്ലാവിധ മംഗളാശംസകളും. നന്ദി, നമസ്കാരം. ജയശങ്കർ, വല്ലൂരാട് ബാറ്റുബോർഡിൽ.